യെസ് ഗൈസ്, ഇത് തന്നെ നമ്മുടെ കുന്നുകുളം വേർഷൻ ഓഫ് മാവേലി. കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു മാവേലി മേക്കിംഗ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വൈകാണ്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചങ്ങ് വൈകി, കാരണം ഇപ്പോൾ ഓണവും കഴിഞ്ഞു മാവേലിയും പോയി. പിന്നെ എന്തിനാ ഇപ്പോൾ ഈ വീഡിയോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തോണല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഓണം ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലൊക്കെ ഇത് ഉപകാരപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഈ മാവേലിഞ്ഞ ഉണ്ടാക്കുന്നത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അഫ്കോഴ്സ് നമ്മുടെ സോയിൽ ക്ലേ വെച്ചിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മാവേലി ഉണ്ടാക്കലോട് കൂടി സോയിൽ ക്ലേന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെന്നെങ്കിലൊക്കെ ചളിമണ്ണ് ഒപ്പിച്ചുകൊണ്ടുവന്ന് ക്ലേ ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. പക്ഷെ അതുവരെ ഞാൻ ഈ ഒരു ക്ലേ ആർട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് ഈ ഒരു പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പത്തേനും ക്ലേ ഒക്കെ തീർന്നും പോയി. ആകെ ഒരു ഇത്തിരിക്കോളം ക്ലേ ബാക്കിയുണ്ട്. അത് വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റത്തിന്റെ സജഷൻ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം, കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പോന്നോട്ടെ. പക്ഷെങ്കിൽ ആരും അങ്ങനെ സജഷൻസ് ഒന്നും കമന്റ് ആയിട്ട് പറയുന്നില്ല എന്നതാണ് അതിന്റെ ശരി. ഇത് എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടാനിട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ ആരിലേക്കും അങ്ങോട്ട് എത്താനിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ പടച്ചോ നമുക്കത് കൊണ്ടുതരും. അങ്ങനെയാണല്ലോ. അത് എൻ്റെ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സത്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രാഫ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു മൊമെന്റിൽ എനിക്ക് കിട്ടേണ്ട ആ ഒരു അംഗീകാരം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു പ്ലേ ബട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ കുറേ മെമ്പേഴ്സ് ആഡ് ആയിട്ട് വലിയൊരു ഫാമിലി ആയിട്ടോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മാറുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചാലോ വിശ്വാസം അതല്ലേ എല്ലാം. പറഞ്ഞു നമ്മുടെ വിഷയത്തിൽ നിന്ന് അങ്ങ് തെന്നി മാറി വേറെ എങ്ങോട്ടൊക്കെയോ പോയതുപോലെ തോന്നുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ബോറടിച്ചോ? ബോറടിക്കാനും മാത്രം ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഉപകാരപ്പെടുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ കം ടു ദ പോയിന്റ്, മാവേലി ഈ ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഞാൻ ആദ്യം ചെയ്തിട്ട് ഈസി ആയിട്ടുള്ളത് ലാസ്റ്റത്തേക്ക് വെക്കും. അതായത് പണി പെട്ടെന്ന് തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മാവേലിന്റെ കാര്യം എടുക്കാനായിട്ടാണെങ്കിൽ തല ഭയങ്കര പെട്ടെന്ന് ചെയ്ത് കഴിയും, ബോഡി ചെയ്യാനാണ് പാടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇരുന്നത്. നോട്ട് പോയിന്റ് വിചാരം. അതെന്റെ വെറും വിചാരമാണെന്ന് എനിക്കിത് ചെയ്തു വന്നപ്പോൾ മനസ്സിലായി. ഈ മാവേലി ഞാൻ നിർത്തിപ്പണിയാനായിട്ട് ഞാൻ 1, 2, 3 തവണ ട്രൈ ചെയ്ത് നോക്കി. 3ലും പാളിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കൂല. എന്നാ പിന്നെ മാവേലി അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഉടൽ ആദ്യം ചെയ്തെടുത്ത് അതിലേക്ക് വലിയ കുടം പോലത്തെ വയറൊക്കെ വെച്ച് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് 2 കാലും കയ്യും വെച്ചു കൊടുത്തു. കാലിൽ ഞാൻ ഇച്ചിരി പ്രൗഡിയിലേക്ക് ഇരിക്കട്ടെ എന്നൊക്കെ ഒരു വളച്ചും തിരിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നല്ല ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് അങ്ങ് തോന്നിയില്ല. നിർത്തിപ്പണിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം മെനക്കെട്ടാലേ. ഇതെനിക്കിപ്പോൾ ഇരുത്തിപ്പണിതുകൊണ്ടൊരു 3 മണിക്കൂർ 4 മണിക്കൂർ അങ്ങനെ എന്തോ വേണ്ടി വന്നുള്ളൂ. ഇത് നിസ്സാരമായിട്ട് പറയുന്നതല്ല. ഈ തലേനെ അപേക്ഷിച്ച് ഇത് കുഴപ്പമില്ലാത്ത സമയമാണ്. പിന്നെ നമ്മുടെ സോയിൽ ക്ലേനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ അറിയാലോ, കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അടിച്ചു പരുത്തി നീട്ടി നമുക്ക് എങ്ങനെ വേണോ ആക്കി എടുക്കാം. പിന്നെ ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഷൂട്ട് ചെയ്തൊക്കെ വന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ വീഡിയോ ലെങ്ത് കണ്ട് എൻ്റെ കണ്ണ് തള്ളി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് എനിക്കിത് ലോങ് വീഡിയോ ആക്കിക്കൂടാ. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഷോർട്സിന് വേണ്ടി ആക്കണോണ്ട് വീഡിയോ കിട്ടിയത് വേർട്ടിക്കലി ആണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനേ നിർവാഹമുള്ളൂ. അത് നിങ്ങൾ സഹിച്ച് അങ്ങോട്ട് പോകുമല്ലേ. ഫോണിന്റെ സ്റ്റോറേജ് നമ്മുടെ വീഡിയോസും അത്ര രസത്തിലല്ല. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവേലിന്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു ആ കാലിൽ വന്ന മാറ്റം? നമ്മൾ മാവേലിക്ക് സെപ്പറേറ്റ് ഡ്രസ്സോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ക്ലേയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയി. എന്നാലും ഞാൻ പറഞ്ഞു തരാം, മനസ്സിലാവുന്നുണ്ടോ നോക്ക്. എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ബ്രഷോ എടുക്കുക, കാലിലേക്ക് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വരകളിട്ട ഭാഗം ഒന്ന് ബൾജായിട്ട് വരുന്നുള്ള തോന്നും. അതൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നൊറി ഇട്ട പോലെ നമുക്ക് ഏകദേശം കിട്ടും. ഇനി അരയിലേക്ക് ഒരു പട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇതിനൊക്കെ എന്തെന്നാ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുന്നില്ലേ? അതൊക്കെ തന്നെ. കാലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി മെല്ലെ കയ്യിലേക്ക് കയറാം. ക്ലേ നന്നായിട്ട് ഉരുട്ട, എന്നിട്ടൊന്ന് മടക്ക, വീണ്ടും ഉരുട്ട. ഇത്രയായിട്ടുണ്ടെങ്കിൽ ഒരു തടിച്ച കൈ നമുക്ക് കിട്ടും. നമ്മുടെ മാവിലേക്ക് ഏതാണ്ട് ഒരു ജിംനാസ്റ്റിക് കൈ ആണല്ലോ ഉള്ളത്.
അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഉരുണ്ട 2 കൈകൾ വെച്ച് കൊടുക്കുക. ഇനി വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലും ആ ഒരു ബോഡി പാർട്ടിലും ക്രാക്ക് ഇടുക, കുറച്ച് വെള്ളമാക്കി കൊടുക്കുക, വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ബ്രഷിന്റെ ഹെൽപ്പോട് കൂടി ഒന്ന് സ്മൂത്താക്കി സെറ്റാക്കി വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടുമ്പോൾ കൈ വേറെ ഉടല് വേറെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സംഭവം കിട്ടും. പിന്നെ ഈ ഒരു ഇരിപ്പിൽ നമ്മൾ കയ്യും കാലിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മാവേലിക്ക് രാജകീയ പ്രൗഢി ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ. കുറച്ച് നേരത്തെ ബോഡി പാർട്ട് ചെയ്യാൻ എനിക്ക് ആകെ 3 മണിക്കൂറേ എടുത്തുള്ളൂ എന്ന് വളരെ കനം കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഓരോരോ ഭാഗങ്ങൾ ചെയ്തെടുക്കുമ്പോഴും അത് അതിൻ്റെതായ പെർഫെക്ഷനിൽ വരുമ്പോൾ എൻ്റെ ഫേസിൽ ഓരോരോ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടൊന്നല്ല, ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഓരോരോ ഐഡിയാസ് വരും. കൈ ഇങ്ങനെ വെച്ചാൽ ഭംഗിയുണ്ടാവും, കാൽ അങ്ങനെ വെച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓരോ ചേഞ്ചസ് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് നല്ല രസത്തിൽ എനിക്ക് തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം നമ്മൾ കണ്ട് അത് എക്സാക്ട് കോപ്പി അടിച്ച് വെക്കുന്നതിനേക്കാളും വലിയൊരു ഫീലാണ് നമ്മുടെ തന്നെ മൈൻഡിൽ വരുന്ന ഒരു ഐഡിയ നമ്മൾ ചെയ്തിട്ട് അത് അങ്ങേയറ്റം പെർഫെക്ഷനിൽ കിട്ടുമ്പോൾ ഒരു ഫീല്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഒരു 14-15 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ ആണിത്. അതിൽ അത്രയും നേരം സംസാരിച്ചിരിക്കാനായിട്ട് എനിക്കൊന്നും കഴിയാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 14 മിനിറ്റ് സംസാരിക്കാൻ പറ്റൂലെങ്കിൽ വീഡിയോ എന്തിനാ ഇത്രയും ലാഗാക്കുന്നത് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വീഡിയോ കാണുന്നവർ 2 ടൈപ്പ് ഉണ്ടാവും. ചിലവർക്ക് ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കിയാലേ അത് എന്താ പറയുക, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ചിലവർക്ക് അതിൻ്റെ മെയിൻ പോയിന്റുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 ടൈപ്പിലുള്ള ആൾക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുള്ളവർ അങ്ങനെ കണ്ടോട്ടെ, അല്ല ടൈം തീരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ലാഗാണ് അങ്ങനെ തോന്നുന്നവർക്ക് 2x-ലോ 1.5x സ്പീഡിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കാണാനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ. ഒരു വീഡിയോയിൽ ആകെ 5-6 മിനിറ്റിന്റെ വിഷ്വൽസ് മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മൊത്തം എല്ലാ കാര്യങ്ങളും ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ മാവേലിന്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോൾ ഓരോരോ പാർട്ടും എങ്ങനെ ചെയ്തു അതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പാടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ആ ഒരു ഇതിലാണ് ഞാനിത് മൊത്തം കാണിച്ചിട്ടുള്ളത്. ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. എന്നെ കൊണ്ട് പയ്യുമ്പോൾ ഞാൻ റിപ്ലൈ തരാം. അങ്ങനെ മാവേലി മേക്കിംഗ് 2ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇപ്പൊ 2 ദിവസം ഇന്നലെ തന്നെ ചെയ്ത് തീർത്തുകൂടായിരുന്നു? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റണ്ടേ.
ാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഏറ്റവും പാട് പിടിച്ചത് ഈ ബോഡി പാർട്ട് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് അത് ആദ്യമേ ചെയ്തു വെച്ചിട്ട് ഈസി ആയ തല ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചു. ഈ തല ഒരു 1.5 തലയാണെന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ ഉടലൊക്കെ ചെയ്ത് തീർത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തൊട്ടിരുന്നതാ ഈ തലേന്റെ മുകളിൽ കയറിയിട്ട് ചെയ്ത് തീരണ്ടേ. എത്ര തവണ ട്രൈ ചെയ്തു എന്ന് എനിക്കറിയില്ല, കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്നാണ് എന്റെ ഫോണിന്റെ സ്റ്റോറേജ് മൊത്തം ഫുള്ളായി പോയത്. എന്നെ കൊണ്ടാവുമ്പോൾ ആ ദിവസം പരിശ്രമിച്ചു നോക്കിയിട്ട് തല അങ്ങ് ഒത്തുവരുന്നില്ല. അപ്പൊ പിന്നെ അതങ്ങ് മാറ്റി വെച്ച് പിറ്റത്തെ ദിവസം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആടയാഭരണങ്ങളൊക്കെ അങ്ങ് ഇട്ടുകൊടുത്തു. അങ്ങനെ പിറ്റത്തെ ദിവസം രാവിലെ തന്നെ ഈ തലമ്പ് പിന്നെ ഞാൻ കയറി. എങ്ങനെ നോക്കിയിട്ടും സെറ്റ് ആവുന്നില്ല. ലാസ്റ്റ് എനിക്ക് കരച്ചിൽ വരെ വന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ട ആ ബോഡി പാർട്ട് അത്രയും സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്തെടുത്തിട്ട് ഈ തലങ്ങ് ശരിയായില്ലെങ്കിൽ മൊത്തം പോയില്ലേ. അവസാനം എങ്ങനെയൊക്കെയോ തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള രീതിക്ക് തല ഞാൻ റെഡിയാക്കി എടുത്തു. പക്ഷെ എനിക്കിതിൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ബോഡി പാർട്ട് ചെയ്ത അത്രയും സന്തോഷം തലകെട്ടപ്പ് എനിക്ക് വന്നില്ല. എന്നാലും സാരില്ല, പോട്ട് ഇത്രയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ടാവുന്ന പോലെ അറ്റകുറ്റമിനുക്ക് പണികളൊക്കെ ചെയ്ത് ഞാനതങ്ങ് ഒപ്പിച്ചെടുത്ത്. അങ്ങനെ കിരീടം കൂടി വെച്ചതിനപ്പോഴത്തേക്കും നമ്മുടെ മാവേലിനെ കാണാൻ നല്ല മുടുക്കനായിട്ടില്ലേ. ഇതിന്റെ ഇടയിൽ മുടി വെച്ചൊരു സംഭവം കാര്യം കണ്ടിട്ടില്ലാലോ. അതിന് സംഭവം എന്താണെന്നറിയോ, ഫോണിന് സ്റ്റോറേജ് ഫുള്ളായി ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫോൺ റെക്കോർഡ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ ഈ മുടിയൊക്കെ വലിയ കാട്ടിൽ വെച്ചു കൊടുത്തു. പക്ഷെങ്കിൽ അത് റെക്കോർഡായില്ല. അതാണ് അവിടെ പറ്റിയത്. അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടില്ലേ. ഇനി നമുക്ക് ഇവനൊന്ന് ഉണക്കാൻ വെക്കാം. മാവേലി ഞാൻ വിചാരിച്ചത് നല്ല വൃത്തിക്ക് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ തിരുവോണം ദിവസം കളർ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചു. അതാണ് എനിക്ക് പറ്റിയ വല്ലാത്തൊരു പറ്റ്. കളർ ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ എന്റെ 2 ദിവസത്തെ കഷ്ടപ്പാട് 2 കഷ്ണമായിട്ട് എടുക്കുന്നത് പോയില്ലേ എന്റെ നെഞ്ച്. എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ചെയ്തെടുത്തൊരു മുതലാണത്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി എടുത്തു. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്ന ഒരു പെർഫെക്ഷൻ കളർ അടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല. ആകെ ഭയങ്കര മൊത്തം സാഡ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിത് കളർ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്കിൽ അങ്ങ് സെറ്റായി കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കളർ കോമ്പിനേഷൻ നോക്കാനോ അല്ലെങ്കിൽ കളർ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്തെടുക്കാനോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്യുന്നു. അതാണ് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ മാവേലി ഉണ്ടാക്കിയ ഭാരത ഇവിടത്തോടുകൂടി തീരുവാണ്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അടുത്ത ഓണത്തിന് അവസരം കിട്ടിയാൽ ഇതുപോലൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കൂലേ. ഒപ്പം നമ്മുടെ മാവേലി വൈകിയാണ് വന്നതെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേക്കണേ. അപ്പൊ ശരി, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.